സാമ്പത്തിക ഭദ്രത എങ്ങനെ കൈവരിക്കാം, പണം എങ്ങനെ വിനിയോഗിക്കാം, അതിപ്പോൾ ചെലവ് ചെയ്യുന്നതായാലും സേവ് ചെയ്യുന്നതായാലും ഫലപ്രദമായി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള മാർഗ്ഗനിർദ്ദേശമാണ് സാധാരണ യോമണിയിലൂടെ പ്രേക്ഷകർക്ക് ഷംസുദ്ദീൻ സാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പണമിടപാടുമായി ബന്ധപ്പെട്ട സംശയങ്ങളിൽ വിദഗ്ധാഭിപ്രായം നൽകാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് ബർജയിൽ ജിയോജിത് ഫൗണ്ടർ, ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ് ചെയർമാനുമായ KV ഷംസുദ്ദീൻ സാറാണ്. സർ, സ്വാഗതം. നമസ്കാരം. താങ്ക് യു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു മാർക്കറ്റ് ഒന്ന് ശരിക്കും ഉയർന്നിരിക്കുകയാണ്. മാർക്കറ്റ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി 80,000-ൽ കളിച്ചുകൊണ്ടിരുന്നത് നിന്ന് 81,000-ൽ 81,000-ൽ മുകളിലേക്ക് പോയിരിക്കുകയാണ്. 304 പോയിൻ്റ് മാർക്കറ്റ് ഉയർന്ന് കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ സന്ദർഭത്തിൽ നമുക്ക് ചില പ്രത്യേക കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. 86,000 നമ്മൾ മാർക്കറ്റ് ഉയർന്ന് കണ്ടതാണ്. അവിടെ നിന്നാണ് താഴോട്ട് വന്നത്, വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ സന്ദർഭത്തിൽ പോലും മാർക്കറ്റ് ഇത്രയും താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും പല കമ്പനികളും ഓൾ ടൈം ഹൈ ലെവലിൽ എത്തിയത് കാണാൻ സാധിക്കും. അത് എന്ന് പറയുന്നത് കയ്യിൽ ഓഹരികളുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ വിൽക്കാനുള്ള ഒരു അവസരം ഈ സന്ദർഭത്തിൽ നമുക്ക് തരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നതുപോലെ തന്നെ ധാരാളം കമ്പനികൾ, വളരെ നല്ല കമ്പനികൾ, വളരെ പർച്ചേസ് ചെയ്യാൻ, മാർക്കറ്റിൽ ബൈ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു വലിയൊരു സംഭവം ഇന്ത്യയിലുണ്ടായി. GST വളരെ അധികം ഉൽപ്പന്നങ്ങളുടെ GST വളരെ അധികം താഴോട്ട് കൊണ്ടുവന്നു, കുറച്ചു. അതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ആളുകളുടെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു പ്രവണത GST കുറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പലതും ഹാഫായിട്ട് കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുണ്ടായും? കൺസംപ്ഷൻ കൂടും. കൺസംപ്ഷൻ കൂടിക്കഴിഞ്ഞാൽ ബിസിനസ് കൂടുകയാണ്. ആ കാരണം പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കും. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ കണ്ടത് അമേരിക്കൻ പ്രസിഡൻ്റ് ട്രംപിൻ്റെ ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള അനുകൂലമല്ലാത്ത ചില നടപടികൾ ഉണ്ടാകുകയും ടാക്സ് വർധനയും ഒക്കെ ഉണ്ടായത്. അപ്പോൾ മറ്റൊരു ഭാഗത്ത് നമുക്ക് സപ്പോർട്ടായിട്ട് ഫോർ എക്സാമ്പിൾ ജപ്പാൻ നെക്സ്റ്റ് 10 ഇയേഴ്സിൽ 10 ട്രില്യൺ yen ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. എന്നതുപോലെ തന്നെ ചൈനയും നമ്മളുമായി കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, എക്കോണമി വളരെ വളർന്നു വരുവാനുള്ള എല്ലാ സാഹചര്യവും നമ്മൾ കാണുന്നുണ്ട് എന്ന് വേണം കാണാൻ. മാർക്കറ്റ് ഇപ്പോൾ തന്നെ വളരെ പോസിറ്റീവായിട്ട് കണ്ടു. ഈ പോക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് അധികം താമസിയാതെ തന്നെ ഉയർന്നു വരാനുള്ള ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പല ഓഹരികളും നല്ല ഉയർന്ന പ്രൈസിലെത്തിയത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് വിൽക്കാൻ പറ്റിയ സാഹചര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചേക്കും. എന്നതുപോലെ തന്നെ പല കമ്പനികളും, വളരെ നല്ല കമ്പനികൾ വളരെ താഴ്ന്ന പ്രൈസിലായിരുന്നു. അത് പലതും മുകളിലേക്ക് കയറുവാനുള്ള ഒരു പ്രവണത കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആ താഴ്ന്നു നിൽക്കുന്ന കമ്പനികൾ വാങ്ങിക്കുവാനും അനുയോജ്യമായിട്ടുള്ള സാഹചര്യം നമുക്കുണ്ട്. ഇത് രണ്ടും ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രേക്ഷകർ കാലങ്ങളായിട്ട്, ഇതിൻ്റെ 18 വർഷത്തോളമായി NTVയിൽ ഞാൻ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു 32 വർഷത്തോളം റേഡിയോയിലുണ്ടായിരുന്നു. ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്തതിൻ്റെ ഫലമായി ഇൻവെസ്റ്റ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ മറ്റുള്ള നിക്ഷേപകർക്ക്, നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും എല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു
ഇൻസ്പിരേഷനായി തീരും. അതുകൊണ്ട് തന്നെ ഇവിടെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ അത് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഇതിനു മുമ്പും പല സുഹൃത്തുക്കളും വിളിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ കോൾ ചെയ്യുക. ലൈവ് കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. നമുക്ക് ആ കോൾ എടുക്കാം. ഹലോ 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 ശബ്ദത്തിൽ സാർ, ഷാനവാസാണ്. ഷാനവാസ്, എന്താണ് വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ്, സുഖം തന്നെ. എങ്ങനെയുണ്ട്? ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അതിഗംഭീരം. ഞാൻ വേണമെങ്കിൽ എന്റെ യാത്ര ഒന്ന് പറയാം, അപ്പം ഒന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ശബ്ദത്തിൽ സാർ പറഞ്ഞതുപോലെ അനുഭവം ഉള്ളവർ പറയുമ്പം അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുമെന്ന് തോന്നിയതുകൊണ്ടാണ് വിളിച്ചത്. അതെ, തീർച്ചയായിട്ടും വിളിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഷാനവാസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ നിന്നുള്ള അനുഭവം എങ്ങനെയുണ്ട്? മ്യൂച്വൽ ഫണ്ടാണോ ചെയ്യുന്നത്, സ്റ്റോക്കാണോ ചെയ്യുന്നത്? ഞാൻ ആദ്യം മുതലേ പറയാം. ഞാൻ 1993 ഞാൻ UAE വന്നത്. വളരെ തുച്ഛമായ ശമ്പളം 600 ദിർഹത്തിനാണ് ഞാൻ ഇവിടെ ജോലി ആരംഭിച്ചത്. ഓക്കെ. അപ്പോൾ ആ യാത്രയിലേക്ക് കൂടി നടക്കുമ്പോഴാണ് ഞാൻ അപ്രതീക്ഷിതമായിട്ട് 2004 എൻ്റെ ഒരു അടുത്ത സുഹൃത്തായ നായർ സാബ് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യുന്നുണ്ടെന്നും അപ്പം എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ ആദ്യം പോയിട്ട് കാണേണ്ടത് ഷംസുദ്ദീൻ സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മുമ്പേ പോയിട്ട് കണ്ടിട്ട് നിന്റെ സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള എൻട്രി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞപ്പോഴാണ് 2004 അബുദാബി നാഷണൽ ബാങ്ക് ഓഫ് അബുദാബി ബിൽഡിംഗ് കോർണിഷിൽ ഞാൻ നിങ്ങളെ വന്ന് കാണുന്നതും. ഞങ്ങളുടെ പഴയ ഓഫീസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ 0 എന്നുള്ള ഒരു സ്റ്റാർട്ടായിരുന്നു. അന്നും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ ശമ്പളം വാങ്ങുന്നുണ്ടായിട്ടുള്ളൂ. ഷംസുദ്ദീൻ സാർ മ്യൂച്വൽ ഫണ്ടിന് വേണ്ടിയിട്ട് അസീസിനെയും സ്റ്റോക്ക് നോക്കാൻ വേണ്ടിയിട്ട് ദീപകിനെയും ഏൽപ്പിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു വഴിത്തിരിവായിരുന്നു അത്. ഞാൻ വളരെ ചിട്ടയായിട്ട് ഞാൻ SIP ചെയ്തു. നല്ല സ്റ്റോക്സ് ഒക്കെ ദീപക് സജസ്റ്റ് ചെയ്തു. ഞാൻ ഇന്ന് 21 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ പോർട്ട്ഫോളിയോ ഓൾമോസ്റ്റ് 15 കോടിയുടെ മേലെ എത്തി നിൽക്കുകയാണ്. താങ്കളുടെ ഈ അനുഭവം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വലിയ ഒരു ഉത്തേജനമായിരിക്കും. അല്ല, അത് മാത്രമല്ല ശംസുദ്ദീൻ സാർ, ആക്ച്വലി ഇത് ഇത്രയും ഈ നിലയിൽ എത്തിപ്പെട്ടതിന്റെ മെയിൻ കാരണം നമ്മളുടെ പേഷ്യൻസ് ആണ്. കാരണം ഞാൻ 2004 ശംസുദ്ദീൻ സാറിനെ മീറ്റപ്പ് ചെയ്തപ്പം നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ണും പൂട്ടി ഇത് ചെയ്യരുത്, നിന്റെ കൺവിക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതൊരു വലിയൊരു കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ എല്ലാ ആഴ്ചയും രാവിലെ 11:10 കാത്തിക്കല, കാരണം നിങ്ങളുടെ റേഡിയോയിലുള്ള ഇന്റർവ്യൂ കേൾക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ചുരുങ്ങിയത് 5-10 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് കേട്ടപ്പം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി കമ്പനികളെ കുറിച്ച്. എന്റെ ഒരു തോട്ട് പ്രോസസ്സേ ചേഞ്ച് ആയി. ഞാൻ എന്നെ ആകെ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് ആക്കാനുള്ള ഒരു വഴിത്തിരിവായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ 5-10 കൊല്ലത്തെ ശംസുദ്ദീൻ സാറിന്റെ ഇന്റർവ്യൂ. അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല, അത് സത്യാവസ്ഥയാണ്. ഷാനവാസ്, ഞാനൊരു കാര്യം ഒന്ന് ഇടയിൽ കയറി ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് ഒരു 15 കോടിയിൽ കൂടുതൽ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ താങ്കൾ സാധിച്ചു എന്ന് പറയുന്നു. അതേസമയത്ത് ഇത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ സംഖ്യ താങ്കളുടെ കയ്യിലുണ്ടാകുമായിരുന്നോ? ഉറപ്പായിട്ടും ഉണ്ടാവില്ല. അത് ഞങ്ങള് ലക്ഷറിക്കോ അല്ലെങ്കിൽ ലഷറിനോ അല്ലെങ്കിൽ വേണ്ടാത്ത പല കാര്യത്തിനും വേണ്ടിയിട്ട് ശരിക്കും ഞങ്ങള് ചെലവഴിച്ചിട്ടുണ്ടാവും. ഞാൻ ഈ ഒരു പർപ്പസ് മാത്രമല്ല ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ നാട്ടില് എന്റെ ഉമ്മാക്ക് വീട് വെച്ചു കൊടുത്തു, എനിക്ക് സ്വന്തമായിട്ട് വീട് വെച്ചു, എന്റെ കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു. ഞാൻ ദുബായിൽ 5.5 മില്യന്റെ ഒരു വീടെടുത്തു, വിച്ച് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് 12-13 crores. ഇതൊക്കെ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയ പൈസയാണ്. ഇത് ഇന്ന് വിഡ്രോ ചെയ്തിട്ടാണോ, മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട്, ഓയിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടാണോ ഇതെല്ലാം ചെയ്തത്? അതെ, അസീസിനും ദീപക്കിനും കറക്റ്റായിട്ട് അറിയാം. ടൈം ടു ടൈം ഞാൻ എത്രത്തോളം പൈസ ഇതിന്റെ അകത്ത് വിഡ്രോ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അസീസിനും അറിയാം, ദീപക്കിനും അറിയാം. കാരണം ഞാനൊക്കെ ഓരോ സമയത്തും ഓരോ ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിന് കണക്കായിട്ട് ഞാൻ ഇവരോട് രണ്ടുപേരോടും പറയും, ഇതാ എനിക്ക് നാട്ടിലൊരു വീട്, അപ്പം അതിന് എനിക്ക് ഇന്നേ പോർട്ട്ഫോളിയോയിൽ ഇന്നേത് ഞാൻ കണ്ടു കാണുന്നു. ഞാൻ 2020 ശംസുദ്ദീൻ സാർ എനിക്ക് പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരുന്നു. മാർക്കറ്റ് കോവിഡിൽ പകർന്ന് തരിപ്പണായി നിൽക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കയ്യിലുള്ള മുഴുവൻ കാശും കൊണ്ടുപോയിട്ടിടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു 1 കോടി റുപ്യ ആരെങ്കിലും കൊണ്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ചുരുങ്ങിയത് 15 കോടി റുപ്യയിൽ ഇരിക്കുന്നുണ്ടാവും. 5 കൊല്ലം കൊണ്ട് 15 ലക്ഷം. തീർച്ചയായിട്ടും. ഞാൻ ദുബായില്, ഞാൻ അതും കൂടെ പറയാം, ഞാൻ ശംസുദ്ദീൻ സാറിന്റെ വാക്ക് കേട്ടിട്ട് ഞാൻ 2020 ഞാൻ ഒരു ലോൺ എടുത്തു UAE-ന്ന്.
പിന്നെ 5 ലക്ഷം ദിറമായിരുന്നു. എനിക്ക് ഒന്ന് 1,12,00,000 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വെറും 3 സ്റ്റോക്കിലായിട്ടത്. ഒന്ന് ടാറ്റ മോട്ടോഴ്സ്, ഒന്ന് KPIT ടെക്, ഒന്ന് വരുൺ ബെവറേജ് VBL. ഈ 3 സ്റ്റോക്കും ഈ 1,12,00,000 റുപ്യന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. അതെനിക്ക് തന്നത് ഓൾമോസ്റ്റ് ലൈക്ക് 7.2 crore ആണ്. ആ 7.2 crore അങ്ങനെ ഞാൻ എടുത്തിട്ട് ദുബായിൽ വീട് വാങ്ങിച്ചു. അതെ. അപ്പോൾ എന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വെറും 5 ലക്ഷം രൂപയാണ്. 3 കമ്പനികളാണ് UAE 3 കമ്പനിയാണ് വാങ്ങിയുള്ളൂ. അതെ, UAE ഒരു വീട് മേടിക്കാൻ വേണ്ടി വന്നത് വെറും 3 കമ്പനി. അതെ, വെറും 5 ലക്ഷം ദിറംസിന് ഞാൻ 5 മില്യന്റെ വീട് വാങ്ങിച്ചു. അത് ഷാനവാസ് പലർക്കും അറിയില്ല. നമ്മുടെ പല കമ്പനികളും വെറും 5,000 റുപ്യ 10,000 റുപ്യ എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് 1.5 കോടി 2 കോടി റുപ്യൊക്കെ കിട്ടിയ അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും ആർക്കും അറിയില്ല. അതാണ് പ്രശ്നം. ഇപ്പം താങ്കളിത് പറയുമ്പോഴാണ് ഇതെല്ലാം സാധിക്കുമോ എന്ന് പലരും മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളോടൊന്നും തന്നെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കാറില്ല. അവർ എന്നെ അന്വേഷിച്ച് വന്ന് വല്ലതും ചെയ്യുമ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യുക പലരും. അങ്ങനെ ചെയ്ത ആളുകൾ തന്നെ ഒരു 3-4 വർഷം ആകുമ്പോഴേക്ക് അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഡ്രോ ചെയ്തിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ എനിക്കുണ്ട്. അതേ സമയത്ത് അവരത് വിഡ്രോ ചെയ്തെങ്കിലും അവർ അന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്തുള്ള പോർട്ട്ഫോളിയോ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. വല്ലപ്പോഴും സംസാരത്തിലിടയ്ക്ക് പറയുമ്പോൾ ഞാൻ നാളെ അതൊന്ന് നോക്കിയിട്ട് ഇപ്പോഴെന്ത് വില ഉണ്ടായിരിക്കുമായിരുന്നു എന്നുള്ളത് പറഞ്ഞു തരാമെന്ന് പറയും. കാരണം 20 ഇരട്ടി 30 ഇരട്ടിയൊക്കെ ആയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷേ അവർക്ക് ക്ഷമ ഇല്ലാത്തത് കൊണ്ട് അവർക്കത് ലഭിക്കാതെ പോയി എന്ന നിർഭാഗ്യമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിന് നേരെ വിപരീതമായിട്ടുള്ള അവസ്ഥയാണ് ഷാനവാസിനുള്ളത്. ഇതിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു കാര്യം, ഈ മ്യൂച്വൽ ഫണ്ടിലെ റൈഡില്, അതായത് നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 കൊല്ലോ 10 കൊല്ലോ ഒന്നും പോരാ. ഇതിന്റെ ശരിയായ കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യണമെങ്കിൽ 15 കൊല്ലം കഴിയണം. അതായത് ആദ്യത്തെ 5-6 കൊല്ലത്തിൽ എന്റെ പോർട്ട്ഫോളിയോ ഇരട്ടിയായിരുന്നു. രണ്ടാമത്തെ 5-6 കൊല്ലത്തിൽ അത് 3 ഇരട്ടിയായിരുന്നു. എങ്കിൽ ഇതിന്റെ കോമ്പൗണ്ടിങ്ങിന്റെ ശരിക്ക് വർക്ക്ഔട്ട് ചെയ്തത് 15 കൊല്ലത്തിന് ശേഷം. എല്ലാ വർഷവും എല്ലാ 1.5 വർഷത്തിലും ഇത് നമ്മളെ ഇട്ട പൈസ ഇരട്ടിയാവുക ചെയ്യുന്നത്. അതിന്റെ കോമ്പൗണ്ടിങ് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും തിരിഞ്ഞിട്ടില്ല. ഈവൻ 2004 എനിക്ക് തിരിഞ്ഞിട്ടില്ല. പക്ഷേ എന്റെ പോർട്ട്ഫോളിയോ കണ്ടപ്പോഴാണ് ഈ കോമ്പൗണ്ടിങ്ങിന്റെ പവർ എനിക്ക് മനസ്സിലായത്. ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞത് വേൾഡിലെ 8th വണ്ടറാണ് കോമ്പൗണ്ടിങ് എന്നാണ്. അബ്സല്യൂട്ട്ലി. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എന്നെ ശംസുദ്ദീൻ സാർ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ചുറ്റുമുള്ള ആയിരക്കണക്കിന് ആൾക്കാരെ ഞാൻ ഈ എന്റെ പോർട്ട്ഫോളിയോ കാണിച്ചിട്ട് ഞാൻ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ട്. ഷാനവാസ് ഷാനവാസ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ സന്നദ്ധത കാണിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ അത് കേട്ടുകൊണ്ട് മറ്റുള്ളവർ നന്നാവട്ടെ എന്ന ഉദ്ദേശത്തിലാണ്. ഇതേ ഉദ്ദേശത്തിൽ താങ്കൾ തോന്നിയ ആ വികാരം തന്നെ ഉള്ളിൽ വെച്ചുകൊണ്ട് എത്രയോ ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് വളരെ ചെറിയ വരുമാനമുള്ള ആളുകൾ പോലും 1.5 കോടി 2 കോടി റുപ്യയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കിയവരുണ്ട്. എന്ന് പറഞ്ഞാൽ താങ്കളെപ്പോലുള്ളവരല്ല, വളരെ തുച്ഛ വരുമാനമുള്ള ആളുകൾ, 2000-3000 ദർഹമൊക്കെ ശമ്പളം മേടിക്കുന്ന ആളുകൾക്കും അത് ഉണ്ടാക്കി തീർക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഒരാൾക്കും വിശ്വസിക്കാൻ സാധിക്കില്ല. അതെ. പിന്നെ ഞാൻ കണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് എന്റെ കൂട്ടത്തിലുള്ളവർ തന്നെ ലൈക്ക് പോർട്ട്ഫോളിയോ ഇരട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും വിറ്റിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള വെത്രപ്പാടിലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് പോയി പോകുമെന്നുള്ള അത് ഫിയർ കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ വിൽക്കല്ലേ, അതൊന്നും ആയിട്ടില്ല, ഒന്നുമല്ല. അതൊരു 10-20 കൊല്ലം മക്കൾക്കോ നിങ്ങളുടെ റിട്ടയർമെന്റ്. ഇപ്പോ ഞാൻ പലതവണ നമ്മളെ കമ്പനിയിൽ 6000 പേരോളം വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പലരെയും കണ്ടിട്ട് രാജിവെച്ച് പോകുമ്പോൾ 35-40 കൊല്ലം ജോലി ചെയ്തിട്ട് കയ്യിലൊന്നുമില്ല. ആ ലാസ്റ്റ് കിട്ടുന്ന എൻഡ് ഓഫ് സർവീസ് അല്ലാതെ നാട്ടിലൊന്നുമില്ല എന്നുള്ളത്. അപ്പം നമ്മൾ 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതമുണ്ട്. എന്നെ ശരിക്കും പഠിപ്പിച്ചത് ആ ഒരു കാര്യമാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട്. ഞാനോ എൻ്റെ ഉമ്മയോ അല്ലെ എൻ്റെ കുടുംബമോ ഒരാളെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കണം എന്നാണ് എൻ്റെ ആദ്യത്തെ തോട്ട് പ്രോസസ്. അതിൽ സക്സസ് ആയി എന്നുള്ളതിൽ അള്ളാഹ്ക്ക് അനുഗ്രഹം, അള്ളാഹിന്റെ അനുഗ്രഹം. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ടു ശംസുദ്ദീൻ സാർ ആൻഡ് ഫർജീൽ ആൻഡ് ജിയോജിത്ത്.
എന്തായാലും താങ്കൾ വിളിച്ച് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലെ നിരവധി ആളുകൾ UAE-ലും GCC കൺട്രീസിലുമുണ്ട്. കാരണം കഴിഞ്ഞ 32 വർഷമായി റേഡിയോയിലുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. അതേ സമയത്ത് ഞാനിവിടെ 70-ൽ വന്നു. 72 മുതൽ മ്യൂച്വൽ ഫണ്ടിൽ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ US 1964 ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങി. അതിനുശേഷം മറ്റു പല മ്യൂച്വൽ ഫണ്ടിലും ഞാൻ എവിടെ ചെയ്യുന്നോ അത് മറ്റുള്ളവർക്ക് നിർബന്ധമായി ചെയ്യിപ്പിക്കുക എന്നൊരു സ്ട്രാറ്റജിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ താങ്കൾ ഇത് പറയുമ്പോൾ എനിക്ക് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് ഇതെല്ലാം ദൈവാനുഗ്രഹമാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ എപ്പോഴും ദൈവത്തോട് നന്ദി കാണിക്കണം. ദൈവമാണ് ഇതെല്ലാം തരുന്നതെന്ന്. അതാണ് വേണ്ടത്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അതാണ് എൻ്റെ ഊർജം. അതിൽ നിന്ന് കിട്ടുന്ന ഊർജമാണ് ഞാനിതൊക്കെ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ദൈവം നൽകുന്ന ശക്തി. എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എൻ്റെ പ്രാർത്ഥന നിങ്ങൾ കാരണം നിങ്ങളുടെ ടീമിനും കുടുംബത്തിനും ഉണ്ടാവും. കാരണം അത് എന്നൊക്കെ ഒരു ചെറിയൊരു ടേൺ അറൗണ്ട് സ്റ്റോറി അല്ല, ഇതൊരു വലിയൊരു ടേൺ അറൗണ്ട് സ്റ്റോറി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. എന്തായാലും ഇതുപോലെ ഒരുപക്ഷെ ഇതുപോലെ നിരവധി ആളുകളുണ്ടാവും ഷാനവാസ്. താങ്കളെപ്പോലെ ഒക്കെ തന്നെ നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള ധാരാളം ആളുകളുണ്ടാവും. അവരോടൊക്കെ എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളെല്ലാം നിങ്ങളുടെ അനുഭവങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് നേരിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളോട് പറയാം. ഞങ്ങൾ അനുഭവങ്ങൾ ഒരിക്കലും ആളുടെ പേര് പറയാതെ തന്നെ മറ്റുള്ളവരോട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചിലരെല്ലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് പറഞ്ഞോളൂ, എൻ്റെ തൊഴിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ബഷീർ എന്ന് പറഞ്ഞ സുഹൃത്ത്, അദ്ദേഹം പറഞ്ഞത് ഞാനൊരു ഡ്രൈവറാണ്, അത് ആരോട് വേണമെങ്കിലും പറയാം, പക്ഷേ എനിക്ക് ഇന്ന് 1,40,00,000 ഉണ്ട് എന്നുള്ളത് ആരോട് വേണമെങ്കിലും പറഞ്ഞോളൂ എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ? എല്ലാവരും രക്ഷപ്പെടട്ടെ, എല്ലാവരും നന്നാവട്ടെ. ഷാനവാസ് പറഞ്ഞതുപോലെ നാട്ടിലേക്ക് തിരിച്ചു പോയി 30-40 വർഷം കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട നിർഭാഗ്യകരമായ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കണം. നമ്മളെല്ലാം ഇവിടെ ജീവിക്കുന്ന സമയത്ത് തിരിച്ചു പോയി കഷ്ടപ്പെടുന്ന നിരവധി ആളുകളെ കണ്ടിട്ടുണ്ടാവും. ആ ചിത്രം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ അതിനോടൊപ്പം നമ്മൾ വെക്കേണ്ട അങ്ങനെ ഒരു അനുഭവം ഒരിക്കലും എനിക്ക് ഉണ്ടാവരുത്. അതിനുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ ജീവിക്കുമ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ അതോടുകൂടി ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ സാറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, 2010-ലാണ് എനിക്ക് എൻ്റെ ഒരു മോൾ ഉണ്ടായത്. അപ്പൊ ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വന്ന സമയത്ത് സാറ് പറഞ്ഞു, നീ നിന്റെ മോൾക്ക് ഒരു ചൈൽഡ് പ്ലാൻ അർജന്റായിട്ട് തുടങ്ങണം, നീ ചെയ്യുന്ന പോർട്ടഫോളിയോ എല്ലാം അതൊരു സൈഡിൽ അടക്കിടക്കട്ടെ. അങ്ങനെ സാറ് HDFC ചൈൽഡ് പ്ലാൻ എനിക്ക് സജസ്റ്റ് ചെയ്തു. വർഷം 3 ലക്ഷം ഇടാൻ സാറിനെ പറഞ്ഞു. എനിക്ക് 2 കോടി റുപ്യന്റെ 2028-30 ആകുമ്പോഴത്തേക്ക് നിന്റെ മകൾക്ക് പഠിക്കണമെങ്കിൽ മിനിമം 2 കോടി റുപ്യ വേണം. അതിന് നീ കൊല്ലത്തിൽ 30 ലക്ഷം നിന്റെ മോൾക്ക് മാറ്റി വെക്ക്. ഞാൻ ഇന്ന് അഫീസിന്റെ അടുത്ത് ഇന്ന് സംസാരിച്ചപ്പം 15 കൊല്ലം പൂർത്തിയായി, 3 ലക്ഷം വെച്ചിട്ട് പിന്നെ 45 ലക്ഷം അടച്ചു കഴിഞ്ഞു. ഇന്ന് എന്റെ പോർട്ടഫോളിയോ കിടക്കുന്നത് 1 കോടി ക്രോസ് ചെയ്തു. ഇനി 3 വർഷം കൂടെ ബാക്കിയുണ്ട്. ഈ 3 വർഷത്തിൽ അഫീസ് ടാർഗറ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 1.84 crore അവൾക്ക് 18 വയസ്സാകുമ്പോഴത്തേക്ക് എന്റെ ബാങ്കിലേക്ക് എത്തുന്നതാണ്. അത് സുഖമായി, വളരെ സുഖമായി പഠിക്കാനുള്ള കോസ്റ്റ് അതിൽ നിന്ന് തന്നെ കിട്ടും. കറക്റ്റ്. കണക്ക് അത് ജസ്റ്റ് അത് കൂട്ടിച്ചേർക്കുന്നത് മക്കളുടെ എഡ്യൂക്കേഷനും കൂടെ എല്ലാവരും പിന്നെ ഇതുപോലെ എന്തിലെങ്കിലും കറക്റ്റായ സ്ഥലമേത്ത് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കള് സേഫായി. അതായത് നമ്മളെപ്പോഴും മക്കളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പ്രവാസികളായിട്ടുള്ള എല്ലാവരും ആഗ്രഹിക്കുക, എന്നെക്കാൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം എൻ്റെ മക്കൾക്ക് വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു പ്രവാസിയും ഇല്ല. അതുകൊണ്ട് എപ്പോഴും അതിന് പണം തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയാറുള്ളത്, ഒന്ന്, നിങ്ങൾ സാമ്പത്തികമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം, ചെയ്തുകൊണ്ടിരിക്കണം. രണ്ടാമത്, അവരെ നമ്മൾ എന്ത് ചെലവ് ചെയ്തും ഞങ്ങൾ പഠിപ്പിക്കും എന്ന് പറയാതെ നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ച് നല്ല റാങ്കോട് കൂടി എൻട്രൻസിൽ അഡ്മിഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും എത്തിക്കാം എന്ന് പറഞ്ഞ സന്ദേശമാണ് അവർ കൊടുക്കേണ്ടത്. അപ്പോൾ അവർക്ക് സ്വയം പഠിക്കാനുള്ള ഒരു ആവേശം ഉണ്ടാകുകയും അങ്ങനെയുള്ള ധാരാളം കുട്ടികൾ ഞങ്ങളുടെ കസ്റ്റമർ കൂട്ടത്തിൽ തന്നെ വളരെ ഉയർന്ന നിലയിലായിട്ടുള്ള അനുഭവം നമുക്കുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം നല്ല നിലയിൽ പഠിക്കാനും
മെറിറ്റിൽ അഡ്മിഷൻ മേടിക്കാനുള്ള കഴിവുണ്ടാകാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മൾ ഒരു സംഖ്യ മാറ്റിവെക്കുന്നൊരു സ്വഭാവം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മക്കൾ വളരെ ഉയർന്ന നിലയിൽ എത്തിച്ചേരുന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് മിസ്റ്റർ ഷാനവാസ് പറഞ്ഞത് നല്ലൊരു അനുഭവമാണ്. അതെ അതെ, ഈ ഒരു ഫണ്ട് സാറൊന്ന് സജസ്റ്റ് ചെയ്യാൻ കാരണമുണ്ടായിരുന്നു. സാറ് പറഞ്ഞു ഇനിക്ക് ഗോഡ് ഫോർബിഡ് എന്തെങ്കിലും നിനക്ക് സംഭവിച്ചാൽ മരണപ്പെട്ടാൽ ബാക്കിയുള്ള 18 വർഷവും HDFC അടച്ചുകൊള്ളും. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെ ഒരു വേക്കപ്പ് ചെയ്യാനുള്ള ഒരു കാരണം. ഞാൻ വിചാരിച്ച നാളെ മറ്റന്നാൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ 18 കൊല്ലം അടച്ചു കഴിഞ്ഞാൽ ഈ പൈസ എൻ്റെ മോൾക്ക് എന്തായാലും കിട്ടും. അത് പിന്നെ എന്താ പറയാന്, ഓരോ സമയത്ത് നിങ്ങൾ തരുന്ന ഓരോ ടിപ്പാണ് അല്ലെങ്കിൽ അഡ്വൈസ് ആണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. അത് ആ യൂലിപ്പിൽ ചേർന്നാലുള്ള ബെനിഫിറ്റ് അതാണ്. ഇപ്പോൾ ഒരാൾ ആദ്യമായിട്ട് 1,00,000 അടക്കുന്നുണ്ട്, ഒരു വർഷം 12 ലക്ഷം അടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇൻഷുറൻസ് കവറേജും കൂടെ കിട്ടുകയാണ്. 10 ടൈംസ് ആണ് ഫസ്റ്റ് ഇയർ എത്ര അടക്കുന്നു അതിൻ്റെ 10 ടൈംസ് നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ അനുഗ്രഹങ്ങളാണ്. അതുകൂടാതെ വളർന്നു വന്നാൽ കിട്ടുന്ന ആ സംഖ്യയും വലിയൊരു എമൗണ്ടായിട്ട് വളർന്നു വന്നപ്പോൾ കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ളൊരു മനസ്സ് നമ്മൾ പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാവണം. അത് ഉണ്ടായാൽ മാത്രമാണ് ഈ ജീവിതത്തിൽ നമുക്ക് ധൈര്യത്തോടു കൂടി നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കൂ. കാരണം നമ്മൾ 60 വയസ്സിലെല്ലാം പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ തോന്നരുത് നിങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്ന്. എത്രയോ ആളുകൾ അത് ഉറപ്പുവരുത്തണമെങ്കിൽ ഇന്നത്തെ മലയാളം ന്യൂസ് പേപ്പർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചരമകോളങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എത്രയോ ആളുകൾ മരിച്ചിട്ടുള്ളത് 90 വയസ്സിലും 85 വയസ്സിലും എല്ലാമാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോയാലും സുദീർഘമായ കാലം നമുക്ക് ജീവിക്കേണ്ടി വരും. അപ്പോൾ ആ ജീവിതകാലത്ത് സസന്തോഷം ജീവിക്കണമെങ്കിൽ നമ്മൾ ഇന്നുണ്ടാക്കിയതിൽ നിന്ന് ഒരു വരുമാനം എടുക്കാനുള്ള സാഹചര്യം SWP പോലെ എടുത്ത് ജീവിക്കാനുള്ള സൗകര്യം നമ്മൾ തന്നെ ഉണ്ടാക്കണം. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് നമ്മുടെ സുഹൃത്ത് മിസ്റ്റർ ഷാനവാസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനിയും താങ്കളെപ്പോലുള്ള ഷാനവാസിനെ പോലുള്ള ധാരാളം ആളുകൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടായിരിക്കും. അടുത്ത ആഴ്ചകളിലും നിങ്ങൾക്ക് ഈ നമ്പറുകളിൽ വിളിച്ച് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക. അതുകൊണ്ട് എത്രയോ ആളുകളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു ദൗത്യം എനിക്ക് താങ്കൾ പോയി വിളിക്കുകയും താങ്കളുടെ സാധാരണ ആളുകൾ ഇതൊന്നും പരസ്യമായി പറയാൻ മടി കാണിക്കാറാണ്. അതേസമയത്ത് ഷാനവാസ് എല്ലാം തുറന്നു പറഞ്ഞു. ഇത് വലിയൊരു അനുഭവമാണ് ആളുകൾക്ക്. അതുകൊണ്ട് താങ്കൾക്ക് ഇനിയും കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്നും ഇങ്ങനെയുള്ള എനിക്ക് മറ്റൊരു കാര്യം കൂടെ അറിയാം. വളരെയധികം ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ് ഷാനവാസ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇത്രയും സംഖ്യ ഉണ്ടാക്കി തീർത്തുകൊണ്ട് സഹജീവികൾ അദ്ദേഹത്തിൻ്റെ ഔദാര്യം കൊണ്ട് എത്രയോ ജീവിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് താങ്കൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്നും ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും ഇതുപോലുള്ള അനുഭവസ്ഥർ ഞങ്ങളെ വിളിക്കുക, അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ നമ്പറുകൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കും. ആ നമ്പറുകളിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അഡ്വൈസ് വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാം. ഞങ്ങളുടെ 3 ബ്രാഞ്ചുകളുടെ നമ്പറുകളുണ്ട്. എൻ്റെ പേഴ്സണൽ നമ്പറുണ്ട്. ആ നമ്പറിൽ മൊബൈൽ മാത്രമല്ല വാട്സപ്പും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ ബോട്ടിമിലും വിളിക്കാം. അതിനെല്ലാം നിങ്ങൾക്ക് സ്വാഗതം. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.